Guys, welcome back to another episode of Hasna Rizwan. ഗൈസ്, ഹസ്ന റിസ്വാൻ എന്ന ചാനലിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. 2 മിനിറ്റ് മൗനം. ഗൈസ്, അപ്പൊ ഞങ്ങള് ഒറ്റമൈൻഡിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഒരു അവസാനം ഡെസ്റ്റിനേഷൻ ഫിക്സ് ആക്കിയിട്ടുണ്ട്. We are going to Kodai. അപ്പൊ നമ്മൾ കൊടയിലോട്ട് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഹൈലൈറ്റ് കണ്ടപ്പോ നമ്മൾ അവിടെ കയറിയിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം. വാങ്ങുമെന്ന് ഉറപ്പൊന്നുമില്ല, വെറുതെ ഭയങ്കര പൈസയ്ക്ക്. അപ്പൊ ഞാൻ ഒന്നും വാങ്ങൂല, എന്തായാലും നമ്മൾ നോക്കാം. മെമ്മിന് ജസ്റ്റ് ഒരു അവിടെ എന്തായാലും തണുപ്പായിരിക്കില്ലേ, സോ ജസ്റ്റ് ഒരു സെറ്റർ കൈൻഡ് ഓഫ് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ച് നമ്മൾ ഹൈലൈറ്റിൽ വന്നതാണ്. വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് പാർക്കിംഗ് നിന്നാണ് എടുക്കുന്നത്. അതിന്റെ ഒരു വെളിച്ചക്കുറവുണ്ട്. അപ്പൊ നമുക്ക് ഹൈലൈറ്റിലോട്ട് പോവാം. ബൈ അല്ലേ, ബാ. ഗൈസ്, ഞങ്ങൾ ഹൈലൈറ്റിൽ വന്നിട്ട് അമ്മ കുറുക്ക് കുടിക്കാണ്. കാണിച്ചെടുക്ക എങ്ങനെയാ കുടിക്കുക, കാണിച്ചെടുക്ക എങ്ങനെയാന്ന്. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ കുറുക്ക് കുടിക്കുക നിങ്ങൾ കാണണ്ട. എങ്ങോട്ടമ്മ എങ്ങോട്ടാ? ഒരു കടയിൽ കയറി ഒറ്റ ഡ്രസ്സ് നോക്കി 1500 രൂപ, അതുകൊണ്ട് ഇറങ്ങി. ഇനി അടുത്ത കടയിൽ കയറാം. ഇപ്പൊ കൈയൊന്നും പിടിക്കേണ്ടത്, ഇങ്ങനെ പോയിക്കോളൂ. അല്ലാ, വിസ്മയിലോട്ടൊക്കെ കേറുണ്ടല്ലോ. അവിടെ പോണ്ട, അവിടെ പോവാ. ഇവരിതൊരു കടയിലും കേറ്റണില്ലാതെ പറഞ്ഞേ നടക്കാണ്. അല്ലാ, ഒരു ചെടീൻ്റെ ഷോപ്പ് കയറുമായിരിക്കും. നോക്കട്ടെ, ഇതിന് ഡോറൊന്നുമില്ല, എന്തായാലും കയറും ഉറപ്പാ. ഒന്ന് ആലോചിക്കാമല്ലോ. അല്ല, എൻ്റെ കുട്ടി നല്ല കുട്ടി, കയറിയില്ല. പക്ഷെ നോക്കണ്ട് കേട്ടോ, തിരിഞ്ഞ് നോക്കണ്ട്. അവിടെ ഒരാളെ കണ്ടിട്ട് പേടിച്ചിട്ട് കയറാത്തതാ. അബ്ബാ, എമ്മക്ക് വേണമെന്ന്. അബ്ബാ, എമ്മ വേണോ? വേണ്ടല്ലോ. ഇവക്കിതെന്തോ ഒന്നും വേണ്ടാത്ത. ഞാൻ വിചാരിച്ച ആ ടെഡീൻ്റെ കട കണ്ടപ്പോ അവിടെ കേറുന്ന്. എല്ലാം നോക്കി പോവാണ് കേട്ടോ. നമുക്ക് എന്താ വേണ്ട, കഴിക്കാൻ എന്താ വേണ്ട? ഹലോ ഗൈസ്, ഞങ്ങളപ്പോ മലപ്പുറത്തുള്ള മലമ്പുഴ ഡാമിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയതാണ്. അപ്പൊ അബ്ബനെയും അമ്മനെയും കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോ അപ്പൊ വെച്ച് ഇതെന്ത് ഡാമാ, ഫേമസ് ആണോ? ഞങ്ങൾ ഫേമസ് ആണ്. നോക്കും ഇവിടെ എന്തോരം ജനങ്ങള്. തമിഴ്നാട് എത്തിയുണ്ട്, നിറച്ച മനുഷ്യന്മാര്, കുറേ തമിഴ്മാര് അല്ലേ. പോയോക്കാം വല്യോന്നുള്ള എന്താന്നുള്ള. എന്താ മേലെന്താ അതെന്താ പോന്നെ? എന്ത് പോന്നെ മേലെ? ഇതിന്റെ കേടായിരുന്നു അബ്ബാ, വെറുതെ ടിക്കറ്റ് എടുത്ത് നടക്കാൻ അല്ലേമ്മ. ഇനി അവിടെ എത്തണം. അങ്ങോട്ടുള്ള വഴി ഏതാന്ന് പോലും അറിയില്ല, എങ്ങനെ നടക്കന്നെ. എന്തമ്മ, ബട്ടർഫ്ലൈ ഉണ്ടോ? ബട്ടർഫ്ലൈ എവിടെ? ഏതൊരു പ്രശ്നത്തിന്റെയും അവസാനത്തെ പ്രതീക്ഷ നിങ്ങൾ തന്നെയാണ്. അണയാതെ സൂക്ഷിക്കൂ. ഇത്രയും വലിയ സ്റ്റെപ്പ് കയറാൻ ഒരിട്ട മോട്ടിവേഷനാ. എങ്ങനെയുണ്ട് സ്റ്റെപ്പ് കയറിയിട്ട്? ഞാൻ പറഞ്ഞില്ല ഇവിടെ മെയിനാണ്. എമ്മ, വെള്ളം എവിടെ നോക്ക്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇത് കാണാൻ ഇവിടെ കയറാൻ ആവൂല. വെള്ളം എവിടെ അമ്മ? വെള്ളമുണ്ടോ?
എന്താ പറയാനുള്ളേ? ഒന്നും പറയാല്ല, പോയാലോ? ഞങ്ങള് സ്റ്റെപ്പ് കയറിയിട്ടുള്ളൂ, ഇനിയുണ്ട് കൊറേ ദൂരം നടക്കാൻ. എത്ര മിനിറ്റ്? 11 മിനിറ്റ്. അല്ല, നടക്കണോ? നടക്കണോ? രണ്ടല്ല, തിരിച്ചു പോലെ. അമ്മ നടക്കണോ? നമുക്ക് കൊട തിന്ന. നടക്കണോ? കൊട നടക്കണോ? എന്താ പിടിക്കാനാ? നടക്കാനാവില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയി ഈ വെള്ളം തന്നെയല്ലേ കാണാറുള്ളൂ. ഈ വെള്ളം നമ്മൾ ഇവിടുന്ന് കണ്ടു തിരിച്ചിറങ്ങാം. അതിനുള്ളതൊക്കെ ഉള്ളൂ. അത്രയും വലിയ മോട്ടിവേഷൻ തന്ന് ഞങ്ങൾ മേലെ കയറി, അതുവഴി തന്നെ ഞങ്ങൾ ഇറങ്ങാണ്. ആ മോട്ടിവേഷൻ കണ്ടില്ല കയറുന്ന അവിടെ കാച്ചര. ഈ ബോർഡിന്റെ അപ്പുറത്ത് വായിച്ചോക്ക്, അവോയ്ഡ് പ്ലാസ്റ്റിക്, സേവ് മലമ്പുഴ. അതിന്റെ അപ്പുറത്ത് വായിക്കേ. ആ മോട്ടിവേഷൻ വായിച്ചിട്ടല്ലേ ഞാൻ മേലെ കയറിയേ. എമ്മ ഇഷ്ടപ്പെട്ടോ? ഡാം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായോ? അതിനെന്ത് തേങ്ങ ഞങ്ങൾ കാണിച്ചു തന്നെ ചോദിക്കൂ. വെറുതെ കുറച്ച് സ്റ്റെപ്പും കയറി അപ്പൊ തന്നെ തിരിച്ചു വന്ന്. എമ്മതെന്താ? എന്താ കാറ്റാടിയാണോ? അപ്പൊ ചോദിച്ചില്ലേ എത്ര ടൈം കൊണ്ട് നമ്മള് ഇറങ്ങുന്നേ? അപ്പൊ മനസ്സിലായില്ലേ ഡാമൊക്കെ സിമ്പിളാന്ന്. കേറുമ്പോ ആലോചിച്ച് ഇനി എത്ര സമയം കഴിഞ്ഞ് പഠിച്ചോനെ ഇവിടുന്ന് ഇറങ്ങാൻ. 10 മിനിറ്റ് വരെ തേച്ചെടുത്തില്ല, ഞങ്ങൾ ഇറങ്ങി. അപ്പൊ നമ്മള് ഡേ ടു വെച്ച് കൊടൈക്കനാൽ എന്ന് പറയണായിരുന്നു. പക്ഷെ ഞങ്ങൾ പാലക്കാടാണുള്ളത്. ഒരു ഞങ്ങള് കൊടൈക്കനാൽ ട്രിപ്പ് പകുതി കൊടൈക്കനാൽ ട്രിപ്പ് പകുതി വഴിക്കുന്ന നിന്ന് പോയി. എവിടെ പോയത്? നമ്മള് മലമ്പുഴ ഡാമിൽ പോയി. പിന്നെ തിരിച്ച് പകുതി അല്ല, കുറച്ചങ്ങ് പോയി, ബോർഡർ എത്തി. അപ്പൊ നോക്കുമ്പോ കസബ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ എത്തി. അപ്പൊ നോക്കുമ്പോ നമുക്ക് ചെറിയ ടെമ്പറേച്ചർ പോലെ. അപ്പൊ ഞങ്ങള് തിരിച്ച് പാലക്കാട് നിൽക്കുക. കേരളത്തിൽ നിന്ന് വിട്ടു ഒരു പേടി. അപ്പൊ ഞങ്ങൾ തിരിച്ച് പാലക്കാട് തന്നെ വന്ന് കറങ്ങിയ സ്ഥലത്ത് കൂടെ തന്നെ കുറേ കറങ്ങി. വണ്ടിയിൽ ക്യാമറ ഉണ്ടെങ്കിൽ കാണേനു. അല്ല, അത് കണ്ട തന്നെ പിന്നെയും കാണും. പാലക്കാട് ഫുള്ള് കണ്ട തന്നെ പിന്നെയും കാണുന്ന സ്ഥലം കേട്ടോ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ റൂം തപ്പി കുറേ നടന്നു. ഓണായതുകൊണ്ട് റൂംസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ റൂം തപ്പി ഇങ്ങനെ കുറേ നടന്ന് എല്ലാവരും കയറുമ്പോൾ റൂമില്ല കേട്ടോ, അപ്പുറം നോക്കൂ. അവിടെ പോകുമ്പോൾ ആ റൂമില്ല കേട്ടോ, ഇപ്പുറം നോക്കൂ. അങ്ങനെ കറങ്ങി അവസാനം നമുക്ക് റൂം കിട്ടി. എമ്മ ഉറങ്ങിപ്പോയി. റൂമിലെത്തി, എമ്മ ഉറങ്ങി. ഇനി ഞങ്ങൾ ഉറങ്ങട്ടെ. ഇനി ഡേ 3. ഗുഡ് നൈറ്റ്, ബൈ.